ഷൈനി ടോമി. ഞാൻ എറണാകുളം വാഴക്കാലയിൽ കുടുംബസമേതം താമസിക്കുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാറിയ സാഹചര്യത്തിൽ കൗമാരക്കാരായ കുട്ടികളിലെ മാറുന്ന ചിന്താരീതികളെക്കുറിച്ചാണ്. നമ്മുടെ മക്കൾ കൗമാരകാലത്ത് ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളും അക്കാലത്ത് പലവിധ കൺഫ്യൂഷനുകളും അനുഭവിച്ചിട്ടുണ്ട്. വീടിൻ്റെ സുരക്ഷിതമായ ഇടത്തിൽ നിന്നും സമൂഹത്തിൻ്റെ വിശാലമായ വൈവിധ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന കാലമാണിത്. മുതിർന്നവരുടെ ആവശ്യമനുസരിച്ച് ഉയർന്ന മാർക്കും ഉയർന്ന സ്കോറും ഒക്കെ വാങ്ങിക്കേണ്ട കാലം. അതുകൂടാതെ ശരീരത്തിലെ വളർച്ചയുടെ ഭാഗമായി വിവിധതരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാലം. ഇതെല്ലാം കൂടി അവരെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ കൂട്ടുകൂടി പുറത്തു പോകുന്നതും DJ പാർട്ടികളിൽ പങ്കെടുക്കുന്നതും. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ചതികൾ അവരറിയുന്നില്ല. അവർക്ക് കൊടുക്കുന്ന ഐസ്ക്രീമിലും ജ്യൂസിലുമൊക്കെ ചിലപ്പോൾ മയക്കുമരുന്നിൻ്റെ അംശം ഉണ്ടായേക്കാം. അതവരറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷേ വീണ്ടും വീണ്ടും അവിടേക്ക് പോകാൻ അവർക്കത് പ്രേരണയാകുന്നു. 1-2 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ അത് പതിവാക്കുന്നു. പിന്നീട് അവർക്ക് സാഹസികത കൂടുന്നു. അപ്പോൾ അവർ കാട്ടിലും മലയിലും കടലിലും തിരയിലും പുഴയിലുമൊക്കെ ഇറങ്ങാനും അത്ഭുതങ്ങൾ തേടാനും പോകുന്നു. അവിടെയെല്ലാം അപകടങ്ങളുടെ ചതിക്കുടികളുണ്ട്. ജീവനാണ് ഏറ്റവും പ്രധാനമെന്നും ജീവൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലേ നമുക്ക് നാളെ എന്താണ് നമ്മുടെ വിജയമെന്നും നേട്ടമെന്നും കാണാൻ കഴിയുമെന്നും ഓരോ കുഞ്ഞുങ്ങളും ബോധ്യപ്പെട്ടിരിക്കേണ്ടതാണ്. അവർക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്താതെ ഓരോ കാര്യങ്ങളിൽ ഇടപെടാനും ജീവൻ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വിജയകരമാക്കാനും അല്ലെങ്കിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാനും അവർ താല്പര്യം കാണിക്കും. അതിനുള്ള ഒരു പരിശീലനവും പ്രേരണയും മാതാപിതാക്കളും അധ്യാപകരും സമൂഹവുമാണ് അവർക്ക് കൊടുക്കേണ്ടത്. കൗമാരപ്രായത്തിൽ അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം അവരിലുണ്ടാകുന്ന പല അമ്പരപ്പുകൾ അവരെ കൊണ്ട് പല കാര്യങ്ങളിലും അമിതമായ ജിജ്ഞാസ ഉള്ളവരാക്കി തീർക്കുന്നുണ്ട്. ആ ജിജ്ഞാസ തീർക്കുവാൻ വേണ്ടി ഇൻ്റർനെറ്റിൻ്റെ വിശാലമായ ലോകത്തേക്ക് അവർ കടക്കും. ആ ലോകത്ത് അവരെ തേടിയിരിക്കുന്നത് നല്ലതും ചീത്തയുമായ അനേകം കാര്യങ്ങളാണ്. യാതൊരു വിലക്കുകളുമില്ലാതെ അവർ സ്വന്തമായി അവരുടേതായ ഒരു ലോകത്ത് അവർ പലതും കാണുകയും അറിയുകയും പലരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളൊന്നും അവർ മാതാപിതാക്കളുമായോ അധ്യാപകരുമായോ മുതിർന്നവരുമായോ ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ അവർ അവരുടേതായ ഒരു ലോകം തീർത്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്നു. സന്തോഷമല്ല, അത് പ്ലഷറാണ്. പ്ലഷർ സീക്കിങ് ലൈഫുമായി അവർ മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ കൗമാരത്തിൽ ശരീരത്തിനുണ്ടാകുന്ന ഈ വ്യതിയാനങ്ങളെ അതിജീവിക്കുവാൻ അവരെ ഏറ്റവും സഹായിക്കുന്നത് കായികമായ അധ്വാനമാണ്. പണ്ട് കാലത്ത് കുട്ടികൾ ധാരാളമായി കളിക്കുമായിരുന്നു. ഇപ്പോൾ കുട്ടികൾ കളി കുറവാണ്. അവർ കൂടുതൽ സമയം വീടിനുള്ളിലിരുന്നാണ് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ കൊണ്ട് കായികമായുള്ള അധ്വാനമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ്. അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അവർ വിയർപ്പിൻ്റെ വില അറിയും. അതായത് അന്നന്നത്തെ ആഹാരം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് തന്നെ ഭക്ഷിക്കണം എന്നുള്ള ഒരു ബോധ്യത്തിലൂടെ അവരെ വളർത്തിയെടുത്താൽ അവർക്ക് അധ്വാനിക്കാനുള്ള ഒരു പ്രേരണ കിട്ടും. സ്വാഭാവികമായും കുഞ്ഞുങ്ങൾ അധ്വാനിക്കാൻ താല്പര്യരാണ്. നമ്മളാണ് അവരെ കുഞ്ഞിലേ മുതലേ പഠിക്കുമെന്ന് പറഞ്ഞ് ഒരു മൂലക്കിരുത്തി അവരുടെ അധ്വാനത്തിനോടുള്ള താല്പര്യത്തെ നശിപ്പിച്ച് കളയുന്നത്. ഇന്നത്തെ ലോകത്ത് ഒളിഞ്ഞും പതിഞ്ഞും കച്ചവട കണ്ണുമായി മദ്യവ്യാപാരികളും ലൈംഗിക വ്യാപാരികളും കുഞ്ഞുങ്ങളെ തേടി നടക്കുകയാണ്. അവർക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്നത് കുഞ്ഞുങ്ങളെയാണ്. അവയവ മാഫിയയും ഉണ്ട്. കുഞ്ഞുങ്ങളെ ആയി ചങ്ങാത്തം കൂടി അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആദ്യം വല്ല മുട്ടായിയോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങിക്കൊടുത്ത് അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ അവരെ ഏർപ്പെടുത്തി പുതിയ ലോകത്തേക്ക് പയ്യെ അവരെ കൊണ്ടുപോകും. അത് ചതിക്കുഴിയാണെന്ന് കുഞ്ഞുങ്ങൾക്കറിയില്ല. കാരണം അവർക്കൊരു രസവും അവരുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുന്നതുമായിരിക്കും അതൊക്കെ. അങ്ങനെ അവർ വീണ് കഴിയുമ്പോൾ അവരതിൻ്റെ അഡിക്റ്റ് ആവുന്നു. അത് ലൈംഗിക വൈകൃതങ്ങളായാലും ശരി, മദ്യമോ മയക്കുമരുന്നോ എന്തെങ്കിലും ആയാലും ശരി,
അവരതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് തനിയെ അതിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയില്ല. ആ കാര്യമാണ് കച്ചവടക്കാർ നേട്ടമായി കരുതുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുഞ്ഞുങ്ങൾ ആ വഴിയിലേക്ക് വീഴാതെ അവരെ സംരക്ഷിക്കുക മാത്രമാണ്. വീണ് കഴിഞ്ഞ് അവരെ രക്ഷിക്കാൻ വളരെയേറെ ക്ലേശകരമാണ്. അതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ നേരായ വഴിയിലൂടെ നടക്കാൻ പ്രാപ്തരാക്കാനേ കഴിയുള്ളൂ. കാരണം ഇന്ന് സ്വാതന്ത്ര്യത്തിന് അമിതമായ പ്രാധാന്യമുള്ള കാലമാണ്. കുട്ടികളുടെ സ്വാതന്ത്ര്യം അവർക്ക് പ്രധാനമാണ്. അങ്ങനെയാണ് അവർ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പം സ്വാതന്ത്ര്യം എന്താണെന്ന് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം. നമ്മളുടെ ബുദ്ധിയും വിവേകവും ശരിയായി വിനിയോഗിച്ച് വിവേചന ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ, നല്ലത് ചെയ്യുവാനുള്ള അവകാശമാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയാണ് സ്വാതന്ത്ര്യം. അങ്ങനെ കുഞ്ഞുങ്ങൾ ബോധ്യപ്പെട്ടാൽ അവർ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് നേരായ വഴിയിൽ കൂടെ നടക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ കുഞ്ഞുങ്ങളും ഇതുപോലെ വഴിതെറ്റി പോകുന്നില്ല. കുറേ കുഞ്ഞുങ്ങൾ വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. അവരുടെ കൂടെ നടക്കുന്നവരിൽ തന്നെ ഒരു പറ്റം കുഞ്ഞുങ്ങൾ വീണു പോകുന്നുമുണ്ട്. ശരിയായ വഴിയിലേക്ക് പോകാൻ ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ട്. ആ വഴി നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം. ആ വഴിയെ നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും വേണം. നമ്മളാണ് കുഞ്ഞുങ്ങളെ പുതിയ പുതിയ ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. പിന്നീട് അവർ വളർന്നു കഴിയുമ്പോൾ അതിനെ പാഷൻ എന്ന് പറയും. പക്ഷേ ഈ പാഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവർ ചുറ്റുപാടും കണ്ടും നമ്മളവരെ പ്രേരിപ്പിച്ചും ആണ് അവർക്ക് ആ പാഷൻ ഉണ്ടാകുന്നത്. കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കുഞ്ഞിനും പാഷൻ ഉണ്ടാവുകയില്ല. കണ്ടു കഴിയുമ്പോഴാണ് പാഷൻ ഉണ്ടാകുന്നത്. ചില ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സർക്കാർ പിയൂണാകുക എന്നുള്ളതാണ്. അതേസമയം സിറ്റിയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ് കൂടുതൽ ആഗ്രഹിക്കുന്നത് ലോകം ചുറ്റിക്കറങ്ങണമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു സർക്കാർ പിയൂണാകണമെന്ന് സിറ്റിയിലുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിനോട് പാഷൻ വെക്കാറുണ്ടോ? അപ്പോൾ പാഷൻ എന്ന് പറയുന്നതും ആഗ്രഹമെന്ന് പറയുന്നതും അവർ കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ കൂടി അവരുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളാണ്. അതിനെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർക്കും കഴിയും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ, പല കാര്യങ്ങളിലൂടെയും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയും. നല്ല പുസ്തകങ്ങൾ അവർക്ക് നൽകാം, നല്ല സിനിമകൾ അവരെ കാണിക്കാം, നല്ല പ്രഭാഷണങ്ങൾ കേൾപ്പിക്കാം. അതുപോലെ പ്രാർത്ഥനയും ദൈവഭക്തിയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ലോകം മുഴുവൻ നമുക്ക് സ്വന്തമാണ്. പക്ഷെ അത് മുഴുവൻ നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല, നമ്മുടെ കൈപ്പിടിയിലാക്കാൻ കഴിയില്ല. അത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതം വളരെ ചെറിയൊരു കാലയളവ് മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് 100 വയസ്സ് വരെ. അത്രയും കാലം മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. ആ സമയം അങ്ങനെ 100 വർഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? വളരെ കുറച്ച് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഈ ലോകം അത്ര വിശാലമാണ്. ആ ബോധ്യത്തോടെ വേണം കുഞ്ഞുങ്ങൾ ആഗ്രഹങ്ങൾ സൂക്ഷിക്കാനും അതിനെ വളർത്താനും. എല്ലാം നമുക്ക് സ്വന്തമാക്കേണ്ടതില്ല. നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് നമ്മളുടെ സാഹചര്യവും നമ്മളുടെ കഴിവും അനുസരിച്ച് തിരഞ്ഞെടുക്കുക. അതിന് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക. ഒരു മാതാപിതാക്കളുടെ ഒരേ ഒരു മകൾ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന കാലത്ത് ആത്മഹത്യ ചെയ്തു. ആ മാതാപിതാക്കൾ ഇന്നും ആ സങ്കടം ഉള്ളിലൊതുക്കി ജീവിക്കുകയാണ്. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് മാതാപിതാക്കൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. പരീക്ഷയെക്കുറിച്ചുള്ള ആകുലതയാണോ? ഏതെങ്കിലും കൂട്ടുകാരുമായി പ്രണയമുണ്ടായിരുന്നോ? ഏതെങ്കിലും ഡ്രഗ് റാക്കറ്റുമായി ബന്ധപ്പെട്ടിരുന്നോ? ആരെങ്കിലും അവളെ ദുരുപയോഗിച്ചോ? ഒന്നും അറിഞ്ഞുകൂടാ. അവരത് അന്വേഷിക്കാനും പോയില്ല, പോലീസിൽ കേസ് കൊടുക്കാനും പോയില്ല. കാരണം അവരുടെ മകളുടെ മാനത്തെ കീറിമുറിക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളും ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അവരെ ഉത്തരവാദിത്വ ബോധത്തോടെ വളർത്തുക എന്നുള്ളതാണ്. ഉത്തരവാദിത്വ ബോധം കുഞ്ഞുനാൾ മുതലേ കുട്ടികളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അവർ അന്നത്തെ കാര്യങ്ങളിൽ ഇടപെടുക, അമ്മയെ സഹായിക്കുക, അച്ഛനെ സഹായിക്കുക, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അപ്പം നമ്മൾ അവരെ മാറ്റി നിർത്താതെ അവരെ നമ്മുടെ കൂടെ ചേർത്ത് നമ്മുടെ
ജീവിതത്തിൻ്റെ ഭാഗമായി അവർ വരുമ്പോൾ കൗമാരകാലങ്ങളിൽ അവരും അധ്വാനത്തിൻ്റെ വിലയറിഞ്ഞ് നമ്മളെ സഹായിക്കണമെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞ് അവരുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ശരിയായ ദിശയിലേക്ക് അത് കൊണ്ടുപോയിക്കൊള്ളും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് സെയിം സെക്സ് അട്രാക്ഷൻ. യഥാർത്ഥത്തിൽ 10 വയസ്സുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കിയാൽ കാണാം, അവർ എതിർ ലൈംഗിക വിഭാഗത്തിലുള്ള കുട്ടികളോട് വെറുപ്പും വിരോധവും കാണിക്കാറുണ്ട്. ഒരു മത്സരഭാവം സാവകാശം കുറഞ്ഞ് 13, 14, 15 വയസ്സാകുമ്പോഴേക്ക് എതിർ വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ആകർഷണം തോന്നുന്ന ഒരു രീതിയിലേക്ക് വരാറുണ്ട്. പക്ഷേ ഇന്ന് ആ ആകർഷണം കുറഞ്ഞു വരുന്നതായി കാണുന്നു. അങ്ങനെ കുറഞ്ഞു വരുന്നതിന് പല കാരണങ്ങളും ഉണ്ടാകും. നമ്മൾ തന്നെ അവരെ പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ എതിർക്കാറുണ്ട്. പിന്നീട് വീടുകളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ട് വിവാഹം എന്നത് അത്ര നല്ല കാര്യമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവത്തില്ല. ഒരേ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ, കൂട്ടായാൽ അവർക്ക് എപ്പോഴും ഇഷ്ടം പോലെ നടക്കാം, ആരും അവരെ ചോദ്യം ചെയ്യത്തില്ല. ആ രീതിയിൽ മുന്നോട്ട് പോയി ഒരു ഘട്ടം എത്തുമ്പോഴാണ് ഇവർ ഞങ്ങൾക്ക് തമ്മിൽ വിവാഹം കഴിക്കണമെന്നൊക്കെ പറയാൻ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് ശരിയായ സമയത്ത് വേണ്ടുന്ന കൗൺസിലിങ്ങും വേണ്ടുന്ന ഉപദേശവും പ്രാർത്ഥനയും ഒക്കെ ലഭിച്ചിരുന്നെങ്കിൽ അത്തരം ചിന്തകളിൽ നിന്ന് അവർ രക്ഷിക്കപ്പെടുമായിരുന്നെന്ന് പല അധ്യാപകരും പല മുതിർന്നവരും ചിന്തിക്കാറുമുണ്ട്, പറയാറുമുണ്ട്. അങ്ങനെ അനുഭവത്തിൽ പലർക്കും ഉണ്ടായിട്ടുമുണ്ട്. അങ്ങനെ അവരെ ചിലരെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ സമൂഹം പറയുന്നത് ഒരു തരം മാനസികാവസ്ഥയാണ്, അല്ലെങ്കിൽ ശാരീരിക അവസ്ഥയാണ്, അതിനെ മാറ്റാൻ കഴിയില്ല എന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള എല്ലാ മിഥ്യാധാരണകളും ഒരു സമയത്ത് ഉണ്ടാവുകയും പിന്നീട് അത് മാറ്റപ്പെടുകയും ചെയ്യും. പക്ഷെ മാറ്റപ്പെടുന്നതിന് മുമ്പ് ഉള്ള കാലത്ത് ഒരുപാട് നാശവും ഒരുപാട് സഹനങ്ങളും വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും. സെക്സ് മാറ്റിവെക്കുന്ന ഓപ്പറേഷനും അതിൻ്റെ ചികിത്സകൾക്കും ഒക്കെ ആയിട്ട് പോകുന്നവർ അനുഭവിക്കുന്ന ദുരിതങ്ങളും അത് കഴിഞ്ഞുണ്ടാകുന്ന അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും അവരുടെ ആത്മഹത്യയിലേക്ക് പോകുന്ന കാര്യങ്ങളും ഒക്കെ നിസാര വാർത്തകളായിട്ട് മാറുകയാണ്. അതേക്കുറിച്ചൊന്നും ഒരു പഠനം നടത്തുകയോ ആരും അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരെ അവരുടെ വഴിക്ക് വിടുകയാണ്. ഈ നാശങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിലും പുതിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വാശിയോടെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് ഒരേ സെക്സിലുള്ള ആൾക്കാർ തമ്മിൽ വിവാഹം കഴിക്കുകയും ജീവിതം തുടങ്ങുകയും കുറച്ച് കഴിയുമ്പോൾ പ്രശ്നത്തിലാവുകയും ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് തന്നെ ടീനേജിൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളോട് ഇതിൻ്റെയൊക്കെ അപകടത്തെക്കുറിച്ചും ഇങ്ങനെയൊന്നും സംഭവിക്കരുതെന്നും ഇത് ഇന്നതാണ് ലൈംഗികതയെന്നും ഇങ്ങനെയാണ് കുടുംബജീവിതമെന്നും ഒക്കെ കുറേയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുപ്പം മുതലേ നമുക്ക് കുഞ്ഞുങ്ങളെ ലളിതമായി ജീവിക്കാൻ പഠിപ്പിക്കാം. മിനിമം വസ്തുക്കൾ കൊണ്ട് ജീവിക്കാനുള്ള ശീലം, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി, കാണുന്നതെല്ലാം നമുക്ക് ആവശ്യമില്ല എന്നവർക്ക് ബോധ്യപ്പെടട്ടെ. ഒരുപാട് ധാരാളിത്തം അത് ഒരു നന്മയും ചെയ്യില്ല. ഒരുപാട് ധാരാളിത്തത്തിൽ വളരുന്ന പല കുഞ്ഞുങ്ങൾക്കും പ്രതിസന്ധികളോട് നേരിടാനോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തരണം ചെയ്യാനോ കഴിയില്ലാതെ പോകുന്നത് കാണാം. സുഖലോലുപത ഒരിക്കലും കൺസ്ട്രക്റ്റീവ് അല്ല, അധ്വാനമാണ് കൺസ്ട്രക്റ്റീവ്. അധ്വാനിച്ച് വളരട്ടെ, ലളിതമായി ജീവിക്കട്ടെ. അതുപോലെ ഉത്തരവാദിത്വ ബോധം, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉത്തരവാദിത്വ ബോധം. ഒരു കാര്യം ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യാൻ ഉള്ള കഴിവാണ് മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അത് കുഞ്ഞിലെ മുതലേ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യട്ടെ. അതിനാണ് നമ്മൾ സ്കൂളിൽ വിടുന്നത്. സ്കൂളിൽ അവരുടെ പഠിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വ ബോധം വളർത്തുന്നുണ്ട്. അതുമാത്രം പോരാ, വീട്ടിലെ കാര്യങ്ങളും മറ്റ് സമൂഹത്തിലെ കാര്യങ്ങളും ഒക്കെ അവർ ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെ ചെയ്യുന്നത്
അവർക്കും സമൂഹത്തിനും മാതാപിതാക്കൾക്കും അഭിമാനകരമാണ്. സൗമ്യത, കനിവ്, സത്യസന്ധത ഇതെല്ലാം കുഞ്ഞുനാൾ മുതൽ നമുക്ക് വളർത്തിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ യൗവനത്തിലും കൗമാരത്തിലും അത്യാഗ്രഹമോ അതിസാഹസികത കാണിക്കാനുള്ള വ്യഗ്രതയോ മറ്റുള്ളവരെക്കാട്ടിൽ വലുതാണ് ഞാനെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയോ ഒന്നുമില്ലാതെ അവർ സ്വാഭാവികമായി സാധാരണ മക്കളായി നല്ല മാനസികാവസ്ഥയുള്ള ആരോഗ്യമുള്ള മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉടമകളായി സമൂഹത്തിന് പ്രയോജനകരമായി തീരുവാനിടയാകും. ആ രീതിയിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഫോം ചെയ്യാൻ തക്കവണ്ണം നമ്മളുടെ ചിന്തകളും നമുക്ക് മാറ്റിയെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ പലതരം പ്രശ്നങ്ങളുണ്ട്. സമൂഹത്തിൽ ബ്രോക്കൺ ഫാമിലീസ് ഒരുപാട് വരുന്നുണ്ട്, കൂടുതലായി കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് കുടുംബങ്ങൾ തകരുന്നത്. പക്ഷേ അതിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന കുഞ്ഞുങ്ങൾ കുടുംബം നല്ലതല്ല, അതുകൊണ്ട് കുടുംബജീവിതം വേണ്ട, ഒറ്റയ്ക്കുള്ള ജീവിതമാണ് നല്ലത്, സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, പുരുഷന്മാർ സ്വഭാവം ശരിയല്ലെന്ന് സ്ത്രീകളുടെ സ്വഭാവം ശരിയല്ലെന്ന് പുരുഷന്മാരും ചിന്തിച്ച് ആ രീതിയിൽ സെയിം സെക്സ് മാരേജിലേക്ക് പോകുന്നു. കുടുംബജീവിതം വേണ്ടാത്തവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ലൈംഗികത ശരീരത്തിൻ്റെ ആവശ്യമാണ്, അതുകൊണ്ട് അതാകാം, പക്ഷെ കുടുംബജീവിതം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നു. ഈ രീതിയിൽ നമ്മുടെ കുടുംബബന്ധം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു, ഇന്നത് കാണുന്നില്ല. ഇന്ന് എല്ലാവരും ഭാര്യയും ഭർത്താവും മക്കളും മാത്രമായിട്ടാണ് ജീവിക്കുന്നത്. ഇനി വരുന്ന കാലത്തേക്ക് അതുമൊഴിഞ്ഞ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം മാറും. അത് വളരെ അപകടകരമാണ്. അത് നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം മഴയും വെയിലും തിരയും തീരവും ഉദയവും അസ്തമനവും പച്ചപ്പും എല്ലാം ആവോളം ആസ്വദിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും. അതിന് പണം ആവശ്യമില്ല, പ്രത്യേകിച്ച് ടെക്നോളജിയും ആവശ്യമില്ല.